സൂപ്പറാ. ജോജി എൻ്റെ എല്ലാമാണ്. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി സാധനമാണ്. ഒരു കുറവും നമുക്ക് പറ്റില്ല. അതുപോലെ നമ്മളെ ഞാൻ എൻ്റെ പൊന്നു പോലെ നോക്കിയാണ് വെക്കുന്നത്. പാവത്തിന് ചേട്ടാന്നുള്ള വിളി ചെറുപ്പം കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അങ്ങനത്തെ ഓരോരോ കുഞ്ഞു ഫോട്ടോസ് കാണുമ്പോഴും അറിയാം എപ്പോഴും എന്നെ കരുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏത് ഫോട്ടോ നോക്കിയാലും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഞാനാണെങ്കിലും ഇപ്പം ഒരു ചുറ്റളവ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തില്ലേ എന്നും പറഞ്ഞ് നോക്കി അങ്ങനെ ഉറപ്പ് വരുത്തും. ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണം. അങ്ങനെ ജോജിന് പോകാൻ മടിയായിരിക്കും, എനിക്ക് പോകാൻ ഉത്സാഹമായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം LKG ആകുമ്പോഴത്തേക്കും അവനപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി. അപ്പോൾ അമ്മയുടെ ഒപ്പം ഞങ്ങൾ പോവും. എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ജോജി വന്നിട്ട് പറയും ഞാൻ കൊച്ചിന് കൂട്ടിരിക്കില്ല കേട്ടോ ടീച്ചർ തന്നെ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ പ്രശ്നമാവും. പിന്നെ അമ്മേനെ വിടില്ല, പിന്നെ ജോജി സീനായി അങ്ങനെ. പക്ഷെ അവൻ കൂടി ഇരിക്കും ചുമ്മാ എന്നെ ആ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ എപ്പോഴും പറയണേ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട്. അത് പിന്നെ ഇളയ കുട്ടിയായ പിന്നെ അത് കേൾക്കണമല്ലോ. എന്താ സമ്പ്രദായങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. അതിനിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൈ കഴുകാനും വായ കഴുകാനുമായിട്ടുള്ള പാത്രവും അതുപോലെ തളിപ്പിനുള്ള പാത്രവും മധുരവുമാണ്. തളിപ്പിനുള്ള പാത്രത്തിൽ 7 നെല്ലും അതുപോലെ തന്നെ 7 അരിയും അതിലേക്ക് ഉള്ളിലിട്ടിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തിളയ്ക്കുവാനായിട്ടുള്ള അമ്മ ഇതിലേക്ക് വരുമ്പോൾ നെല്ലിനെയും അരിയെയും പ്രദാനം ചെയ്യുന്നത് നെല്ല് വിത്തായിട്ടും അരിയൻ്റെ ഫലമായിട്ടുമാണ് നമ്മൾക്കതിനെ കാണാൻ സാധിക്കുന്നത്. അതെടുത്തുകൊണ്ട് മണവാട്ടിയുടെ നെറ്റിയിൽ 3 പ്രാവശ്യം മുദ്രകുത്തുകയും മണവാളിത്ത് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയാലും സന്താന സൗഭാഗ്യത്താലും അവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള നിമിഷമാണ്. പ്രാർത്ഥനയോടുകൂടി നൽകുമ്പോൾ ഇപ്പോൾ അമ്മ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചോ 3 പ്രാവശ്യം. കഴിച്ച കുഴപ്പമൊന്നുമില്ല. തെളിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നീ വെള്ളമൊഴിച്ചു
കൈയും വായും കഴിയുന്ന സമ്പ്രദായമാണ് കൈ വായു. കൈയും വായും കഴിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. പഴയ ജീവിതമെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുവാൻ പോകും. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അത് പഴയതിനെ മറന്ന് പുതിയതിലേക്ക് കിടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്നുള്ളതാണ് വായുനയിക്കുന്നതോടുകൂടി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള ഒരു മധുരം അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയാണ്. ആ തുടക്കത്തോടു കൂടി തുറക്കാൻ തക്കവണ്ണം അതിനെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് കൈകഴുകളും വായുകളുമായിട്ടുള്ളത് ക്രമീകരിച്ചിരിക്കുന്നത്. മധുരമെടുത്ത് വാഴ്ത്തിയതിനു ശേഷം ഇനി അമ്മ സഭയോട് ചോദിക്കേണ്ട ഇതുണ്ട്. മണവാട്ടിയെ മധുരം തൊഴിച്ചോട്ടെ. മണവാട്ടിയെ മധുരം തൊഴിച്ചോട്ടെ. മണവാട്ടിയെ മധുരം തൊഴിച്ചോട്ടെ. കേട്ടല്ലോ. വഴിയത് ആ മധുരം എന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടിയിരിക്കാം. 3 പ്രാവശ്യം തുടങ്ങിയോ എനിക്കൊരു പ്രസന്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സമയമാണ്. കാഴ്ചയതും കൈകൊണ്ട നോമ്പും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സൂക്ഷി പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നമുക്ക് സ്തുതി. കർത്താവേ, നമുക്ക് സ്തുതി. ഭാവിയിലായ നാം രാജാവേ, നമുക്ക് സ്തുതി. ഭാവിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയാണേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മാത്രം നയിക്കുന്നുള്ളതാകുന്നു. കൃപ നിറഞ്ഞ പറയണമേ, നമുക്ക് സമാധാനം. നിന്റെ ബദലുള്ളമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ദൈവം കഴിച്ചുകൊള്ളണമേ. ചെയ്യണമേ. എന്റെ വാദനങ്ങളെ സൃഷ്ടിയിട്ട് ചെയ്യണമേ. എന്റെ വാദനം പോലെയും എന്റെ കൈകളുടെ കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെ ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത ചായാതെയും ഞാൻ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം എന്റെ വായ്പ കാവൽക്കാരനെയും എന്റെ അതിനെ സൂക്ഷിക്കുവാനെ നിയമിക്കണമേ. എന്നാൽ എന്റെ പ്രാർത്ഥനയോട് ദോഷത്തെക്കുറിച്ച് എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമി പിളർക്കുന്ന പോലെ ശൗക്കയുടെ വായ്ക്കരിക്ക് അവരുടെ അസ്ഥികൾ സ്ഥിരപ്പെട്ടു. കർത്താവെ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് വെക്കുന്നു സന്നപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുത്. എനിക്ക് ആയിക്കുള്ള പ്രശംസകാട് കൈ നിന്ന് കാത്തുള്ളാടമേ. ഞങ്ങളെല്ലാവരും വീരട്ട്. എന്റെ ആത്മാവ് പിന്നിതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശ്രദ്ധ കർത്താവിനെ വിളിച്ചു. എന്റെ ശ്രദ്ധ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുൻപാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുൻപാകെ ഞാൻ എന്റെ നീക്കം അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഒടുവിൽ അറിയുന്നുവല്ലോ. എല്ലാ നടപ്പുള്ള വഴികളോ എനിക്കായി കണ്ണടോ ചോദിച്ചു. ഞാൻ വളത്തോടെ നോക്കി അറിയുന്നില്ലാതെയായി എന്നെ വേണ്ടി ചോദിക്കുന്നവരെ ഞാൻ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് ആശ്രയം എന്റെ ഞാൻ പറഞ്ഞു. താഴ്ത്തപ്പെട്ടിരിക്കുന്നവരുടെ എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സർവജാതികളും അവൻ സത്യമായിട്ട് കർത്താവാകുന്നു. ദൈവമേ, ഞങ്ങളുടെ പൗണ്ട് നേരെ നീടക്കരുത്. താറേ, ഞങ്ങൾ പാപികളോ നിങ്ങളെ പറയുന്നു. ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. കർത്താവേ, നിന്റെ മന്നത്താൻ മാറ്റുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സാന്തി ഞങ്ങളുടെ മക്കളേക്ക് ഇറക്കിവിട്ടോ. ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുവിടാതെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുവിടാതെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. കർത്താവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്. പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന രാജ്യവും ശക്തിയും മോത്തും എന്നേക്കും നമുക്ക് സമാധാനം. ഞങ്ങളോട് ശുദ്ധമേ മതമേ തമ്പ്രാന്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമേതം അൻപുടയോനെ ദാസനാദം അവശ്യതാര്യാദീക്കും അടിയാരെ തള്ളിടൽമോ നിന്നെ വിളിക്കുന്നേനാം നിന്നതമീക്കായി പലകീത നല്ല കാരുണ്യ നൽകണമേ. ആജിപ്പൂതക മോറിയോറാവിന്മേലയോവാദാരെ പാപം ചെയ്തോരോ
മറവിളിക്കുന്നവൻ ദൈവത്തിന്റെ മാറ്റപ്പെടുന്നവരുമായി മനുഷ്യ കർത്താവിന്റെ ബഹുമാന സ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാന സ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാന സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കൃപയുണ്ടായി ഞങ്ങളോട് നീ എന്നേക്കും വിശുദ്ധിയും ബോധമുള്ളവരുമാകുന്നു. നിന്റെ നാം വാഴ്ത്തപ്പെട്ടത്. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഒരു വിഷം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടങ്ങാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം നീക്കുന്നതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിനെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും മനുഷ്യനെ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പോന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തവനുമായ യേശുശേഖരക്കാരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവനുമായി ഞങ്ങൾ ആമീൻ. കാരണവാനും പ്രവാസമായ ദൈവമായ നീ ഭവനാങ്ങളത്തെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുവാൻ ദൈവമായ കർത്താവേ, നീ നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. സ്വാതന്ത്ര്യം ദൈവമേ, നീ പണിയുന്നതാകുന്നു കുടുംബം. ആ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുവാൻ തക്കവണ്ണം ദൈവ മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സഹോദരങ്ങളുടെയും ശാസ്ത്രക്കാരുടെയും എല്ലാവരുടെയും പ്രത്യേക അനുവാദത്തോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധ ദ്രോണോസിന് മുമ്പാകെ ഒരു കുടുംബമായി തീർന്ന് ഒന്നായി തീരുവാൻ തക്കവണ്ണം ഒരുവിധ മകളെ യഥാർത്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ദിവ്യ സാന്നിധ്യം അവരോടുകൂടി ഉണ്ടാകണമേ. അവരുടെ വിവാഹ ഉദാശയിൽ നിന്റെ ദൈവികമായ സാന്നിധ്യത്തോടുകൂടി പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ദൈവമായ കർത്താവേ, ഈ വിവാഹ ജീവിതത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവീയമായ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് ഒരുങ്ങുന്നതായ മണവാട്ടിയെയും മണവാളിനെയും ഇതാതിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഒന്നിൽ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും നീ ക്ഷമിച്ച് അവരൊരു കുടുംബമായി തീർന്ന് ഒന്നായി തീർന്ന് ദൈവിക സന്തോഷത്തിനും സമാധാനത്തിലും നിന്നെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു കുടുംബമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവർക്ക് കൃപ നൽകുകയാണ്. ഇവിടെ മാതാപിതാക്കന്മാരെ യഥാർത്ഥത്തിൽ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഭവത്തോടുകൂടി അവരെ നിന്റെ ദൈവത്തിൽ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബമായി തീരുവാൻ തക്കവണ്ണം അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ ദൈവിക സാന്നിധ്യത്തോടുകൂടി കാണുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവേ, മക്കൾക്ക് കൃപ നൽകണമേ എന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോടി വസിക്കുന്ന സഹോദരങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് അവരെ നിറയ്ക്കണമേ. വിവാഹ ഉദാശിക തടസ്സമായ എല്ലാ പൈശാചികമായ ഉപദ്രവത്തെയും മാറ്റി സ്വർഗീയ സന്തോഷത്തിനും സമാധാനത്തിനും ഈ ഉദാശപരമായ കാര്യങ്ങളെല്ലാം ദൈവീയ ഹിതത്തോടനുസരിച്ച് നിവർത്തുവാൻ തക്കവണ്ണം ഇടയാകും. വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാവിനെ കരുണയോടുകൂടി കാത്തുകൊള്ളണമേ. നിന്റെ ദൈവീയ സാന്നിധ്യത്തോടെ അവിടെ ആയിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങളോട് കൂടി ആ സാന്നിധ്യം ഉണ്ടോ എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സാന്നിധ്യത്തോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം മക്കളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയം അമ്മയുടെയും ഞങ്ങളുടെ അവൾ പിതാവായ തോമാശ്രീയുടെ മോർത്തിയുറീശ്വരായിട്ട് പ്രത്യേകാൽ തമ്പുരാനെ പറ്റ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഞങ്ങളിലും
ദൈവമാൾ ഈ വിവാഹ ഉദാശയോടുകൂടി ആദ്യ അവസാനത്തോടുകൂടി എന്നും നാളെ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരുപോലെ നിന്നോർമ്മ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്ക അടികളയും ഗംഗോപറ്റും വടികളയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും തന്റെ ഏകജാതനായ പുത്രന്റെ കൃപയും പൂർണ്ണ പരിപൂർണമാകുന്ന പരിശുദ്ധ റൂഹയുടെ സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവേ, ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രത്യേക വിവാഹ ഉദാശിക്കായിട്ട് ഒരുങ്ങുന്ന മണവാട്ടോടും മണവാട്ടിയോടും അവിടെ ജീവിത സ്വപ്നങ്ങളോടും കൂടി ഇന്നും നാളുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃഷിപ്പാലം പാലം ചെയ്യുവാൻ നീ ആഹാരത്തെ നിന്റെ കൃപയും ഓർത്ത് നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരുടെയും ഇടയാക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.